അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയങ്കരരായ ഖത്മുൽ ഖുർആൻ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ വായന പഠനം അൽഹംദുലില്ലാഹ് 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിലാണ്. ശരി, 28 വചനങ്ങൾ. സൂറത്തുൽ ജിന്ന് മുഴുവനായും നമ്മളൊരാശയം സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ ആയത്തുകളും അവയുടെ അർത്ഥവും വിവരണങ്ങളുമൊക്കെ ഒന്നുകൂടെ വിശദമായി നിങ്ങൾ വായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് 25-ാമത്തെ വചനം പാരായണം ചെയ്യാം. ആയത്ത് 25. ഒന്ന് രണ്ട് നിയമങ്ങൾ അതോടൊപ്പം വായിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഖുൽ ഇൻ അദ്രി അഖരീബുൻ മാ തുഅദൂന അം യജ്അലു ലഹു റബ്ബി അമദൻ. ഇതാണ് ആയത്ത്. ഒന്നാമത്തെ കാര്യം, ഖുൽ ഇൻ അദ്രി എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളിലെ ഒരു ശ്രദ്ധയാണ്. ഒന്ന്, ഖുൽ കഴിഞ്ഞിട്ട് ഈ എന്നുണ്ട്. ഖുല്ലിൻ എന്ന് പറയരുത്, ഖുല്ലിൻ ആവരുത്. ഖുൽ ഇൻ എന്ന് പറയണം. ഖുൽ എന്ന ലാമ് സുകൂൻ കൊടുത്ത് പൂർണ്ണമായും വെളിവാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തത് സെയിം നിയമം തന്നെ. ഇൻ അതിരി, ഇന്നതിരി എന്നാവരുത്. കുല്ലിന്നതിരി എന്ന് ചിലരൊക്കെ വായിക്കാറുണ്ട്. സ്പീഡിൽ വായിച്ചു പോവുകയാണല്ലോ നമ്മുടെ രീതി, പാരായണം ചെയ്തു പോവുക എന്നത്. അതിൽ നിന്ന് മാറണം. എന്നിട്ട് കുല്ലിന്നതിരി എന്നത് മാറി ഖുൽ ഇൻ അദ്രി, ഖുൽ ഇൻ അദ്രി എന്ന് പറയണം. ഒന്ന് പാരായണം ചെയ്തു നോക്കണം. ഖുൽ ഇൻ അദ്രി അഖരീബുൻ. അപ്പോ അദ്രി എന്ന മദ്ദ് മുൻഫസിൽ പാലിക്കാം കേട്ടോ. നീട്ടി ഓതുന്നു നമ്മൾ തൽക്കാലം, നീട്ടുക. ഖുൽ ഇൻ അദ്രി അഖരീബും മാ തുഅദൂന. ഓതിക്കോളൂ. ഖരീബുൻ മാ എന്നത് കൂട്ടി വായിക്കുമ്പോൾ മണിച്ചുകൊണ്ട് കേട്ടോ. ഖരീബും മാ ഖരീബും മാ തുഅദൂന എന്ന് വായിക്കാം. ബാക്കിയോ അം യജ്അലു ലഹു റബ്ബി അമദ. അവിടെ നിന്നിട്ട് റബ്ബി അമദ. അം യജ്അലു ലഹു റബ്ബി അമദ. ശരി, ഇനി എൻ്റെ കൂടെ ഇത് ചെറിയൊരായത്താണ്, മുഴുവനായി ഒരു ശ്വാസത്തിൽ തന്നെ പോകാം ഇൻഷാ അല്ലാഹ്. ഖുൽ ഇൻ അദ്രി അഖരീബും മാ തുഅദൂന അം യജ്അലു ലഹു റബ്ബി അമദ. അവിടെ ലാമ് വെളിവാകണം, ഇൻ അദ്രി എന്ന നൂനുസാക്കിനെ വെളിവാകണം. അതേപോലെ തന്നെ അദ്രി അഖരീബുൻ നീട്ടുന്നതാണ് ഉചിതം. അതേപോലെ ഖരീബും മാ മണിക്കണം. അം യജ്അലു ലഹു റബ്ബി നീട്ടുക. അമദ എന്ന് അവസാനിപ്പിക്കുക. അമദൻ എന്നത് നിർത്തുമ്പോൾ അമദ, ഒരു രണ്ട് ദീർഘം, സാധാരണ ദീർഘം അമദ. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിനെ ഭംഗിയായി പാരായണം ചെയ്യാനും അക്ഷരസ്ഫുടതയോടുകൂടെ തന്നെ അതിനെ വായിച്ചെടുക്കാനും ആശയതലത്തിൽ മനസ്സിലാക്കുവാനും അതിനെതിരാകാതെ ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ ജിന്ന് പഠിപ്പിക്കുന്ന നൽകുന്ന സന്ദേശമായ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുവാൻ, അതിൽ നിന്ന് അല്പം പോലും തെറ്റിപ്പോകാതിരിക്കുവാൻ, അത് മെല്ലെ മെല്ലെ അരിച്ച് കയറി വരുന്ന ശിർക്ക്, അതിനെ ഭയപ്പെടണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവരുടെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് 73-ാം അധ്യായം സൂറത്തുൽ മുസമ്മിലിൽ വെച്ച് വീണ്ടും കാണാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.